US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ സംഘർഷമുണ്ടായി 7 സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കപ്പലിലെ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ചിലർ കടലിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. വിനോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, മാനസിക സംഘർഷം, ഭക്ഷണത്തിന് ലഭ്യത, സ്വാഭാവികമായും ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധ സാഹചര്യം ഇന്ന് ഓഗസ്റ്റ് വരെ എത്തി നിൽക്കുന്നു. 6 മാസത്തോളമാണ് സാധാരണയായി ഒരു കപ്പലിൽ നിന്ന് നിൽക്കുകയെങ്കിൽ ഇത് മാസങ്ങളായി ഇതുപോലുള്ള ഒരു സാധ്യതയിലൂടെ നിൽക്കുന്നു. ആകെ എനിക്ക് തോന്നുന്നു കരയ്ക്ക് അടുത്തതുപോലും ഒരു തവണ മാത്രമാണ്. ഈ ബന്ധുക്കളൊക്കെ തന്നെ, ഈ കപ്പലിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ 7 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, അമേരിക്ക എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം. 2, എന്തുകൊണ്ട് ഇവരെ ഇത്രയും നാൾ പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഉള്ള സാഹചര്യം വഷളാണോ? കൂടുതൽ സൈനികർ ഉൾപ്പെടെ ഉള്ളവരുടെ അവസ്ഥ നിലവിൽ എന്താണ്? ഹരി, ഈ കപ്പലിൽ 5000-ഓളം സൈനികരാണുള്ളത്. ഇവർ കത്തിയും മൂർച്ചയുള്ള മറ്റ് ആയുധങ്ങളും കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുകയും 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇറാൻ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. തെഹ്രിയ ന്യൂസ് എന്ന ഇറാൻ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ ഇതുവരെ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. സംഭവം ഇങ്ങനെയാണ് ഈ വിവരിക്കുന്നത്. അതായത് ബ്രാഡ് കൂപ്പർ, അദ്ദേഹം സെൻട്രൽ കമാൻഡിൻ്റെ ചീഫാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് എബ്രഹാം ലിങ്കൺ എന്ന ഈ വിമാനവാഹിനി കപ്പലിലേക്ക് എത്തുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ സൈനികർ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം എത്തിയത്. ഈ ഉപദേഷ്ടാവ് സംസാരിക്കുന്നതിനിടയിൽ ചില സൈനികർ വെള്ളം നിറച്ച കുപ്പി അദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞു. ഇത് വലിയ പ്രകോപനമാവുകയും പരസ്പരം സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. തുടർന്നാണ് ഈ കത്തിയും മൂർച്ചയുള്ള ആയുധങ്ങളും കൊണ്ട് പരസ്പരം ആക്രമിച്ചത്. 7 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വാർത്ത. മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ ഈ കപ്പലിൽ നിന്ന് സൈനികർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം ഏതാണ്ട് 9 മാസമാകുന്നു, 260 ദിവസം പിന്നിടുകയാണ്. കപ്പൽ ഈ മേഖലയിൽ തന്നെയാണ്, ഇറാൻ്റെ തീരത്ത് തുടരുകയാണ്. ഏത് നിമിഷവും യുദ്ധമുണ്ടാകാം, അതിന് ഒരുങ്ങിയിരിക്കണമെന്ന നിർദ്ദേശം പലപ്പോഴും ഈ കപ്പലിലേക്ക് വന്നു. അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ, ഏതാണ്ട് 100-ലധികം മിസൈലുകളാണ് ഈ കപ്പലിനെ ലക്ഷ്യം വെച്ച് വന്നത്. അതെല്ലാം പ്രതിരോധിച്ചു. എങ്കിൽ തന്നെയും വലിയ ജീവഭയത്തോടു കൂടിയാണ് ഈ സൈനികർ ഇതിൽ തുടരുന്നത്. കാരണം ഇന്ത്യയിൽ നാവികാഭ്യാസം കഴിഞ്ഞു പോയ ഇറാൻ്റെ കപ്പൽ ശ്രീലങ്കൻ തീരത്ത് വെച്ച് അമേരിക്കൻ അന്തർവാഹിനി തകർത്തു എന്ന വിവരം, അതുപോലെ റഷ്യയുടെ പിന്തുണ ഇറാനുണ്ട്. ഒരുപക്ഷെ ആ തരത്തിലൊക്കെ എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. ഇതിന് പുറമെയാണ് ഈ സൈനികർ ഇതിനകത്ത് അനുഭവിക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു. 9 മാസമായി കപ്പൽ തുടരുകയാണ്. ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു. മാത്രമല്ല, ഈ ശുചിമുറിയിലൊക്കെ തന്നെ വലിയ തോതിൽ ഈ മാലിന്യ പ്രശ്നമുണ്ടായി. ഇവർക്ക് പലർക്കും രോഗം ബാധിക്കുന്നുണ്ട്. പലർക്കും ഈ ടോയ്ലറ്റിലെ പൂപ്പലും മറ്റുമൊക്കെ തന്നെ അടിഞ്ഞു കൂടിയിട്ട് അത് ക്ലീൻ ചെയ്യാതെ പലർക്കും അസുഖ ബാധിതരാകുന്നു. പലരും കിടപ്പിലാകുന്നു. ഭക്ഷണം പലപ്പോഴും കൃത്യമായി കിട്ടുന്നില്ല. അരക്കപ്പ് ചോറും 2 കഷ്ണം ഇറച്ചിയുമാണ് ചിലപ്പോൾ ഭക്ഷണമായി ലഭിക്കുന്നത്. ഉറക്കമില്ലായ്മയുണ്ട്. ഇവരുടെ ബന്ധുക്കൾ, 100ഓളം സൈനികരുടെ ബന്ധുക്കൾ നേരത്തെ അമേരിക്കയിൽ ഒരു സൈനിക സമ്മേളനം നടന്ന സമയത്ത്, അവിടേക്ക് സാന്റിയാഗോയിലാണ്, അവിടെ നടന്ന സമയത്ത് ഈ വീട്ടുകാർ അവിടെ എത്തുകയും ഈ സൈനികരുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കുകയും ഇവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സാധാരണ നിലയിൽ 6 മാസം വരെയാണ് ഒരു പടക്കപ്പൽ ഈ ഇങ്ങനെയാണ് സമുദ്രത്തിൽ വിന്യസിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേവനം തേടുക. 6 മാസത്തിന് ശേഷം ആ സൈനികരെ മാറ്റാറുണ്ട്. പക്ഷേ ഇത് 9 മാസമായിട്ടും സൈനികരെ മാറ്റുന്നില്ല. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്നു. കടലിലെ കാലാവസ്ഥയാണ്. കരയിൽ വന്നു എന്നത് ഒരേ ഒരു തവണ മാത്രമാണ്. ജൂലൈയിൽ വളരെ കുറച്ച് സമയത്തേക്ക് ഒമാൻ തീരത്ത് ഈ കപ്പലെത്തി എന്നതൊഴിച്ചാൽ ഇത് തീരത്തേക്ക് വരികയോ കര തൊടുകയോ ചെയ്തിട്ടില്ല. സൈനികർ കരയിലേക്ക് വരുന്ന ഒരു സാഹചര്യമില്ല. വെള്ളത്തിൽ തന്നെ ഇവരിങ്ങനെ തുടരുന്ന ഒരു നിലയാണ്. നേരത്തെ തന്നെ ജെറാൾഡ് ഫോർഡ് എന്ന മറ്റൊരു കപ്പലുണ്ട്. അതും വിമാനവാഹിനി കപ്പലാണ്. അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ കപ്പലാണ്. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുവെന്ന റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ ആ കപ്പൽ തിരികെ പോയിരുന്നു. ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന ഒരു അറിയിപ്പ് വന്നതോടുകൂടി തന്നെ മറ്റ് ചെറുകപ്പലുകളിലെ യുദ്ധക്കപ്പലുകൾ തന്നെയാണ്, ഈ കപ്പലുകളിലെ സൈനികർ മടങ്ങുകയും വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അവർ മടങ്ങി വരികയും ചെയ്തു. ഈ സമയത്ത് അവരെ വിളിക്കുമ്പോൾ അവർ ഈ പബ്ബുകളിലും മറ്റ് ലഹരി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ പുലരുവോളം അങ്ങനെ
മദ്യപിച്ചു കാരണം അവർ മറ്റൊരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു നിരാശയും വേദനയും കുടുംബാംഗങ്ങളെ പിരിയുന്നതിൻ്റെ സങ്കടവും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ സൈനികർ വലിയ തോതിൽ ആ ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ആ തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെയുള്ള വികാരം പൊട്ടിപ്പുറപ്പെടുന്നതും. കാരണം ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ളൊരു യുദ്ധമല്ല. അമേരിക്കയുടെ ഏതെങ്കിലും ഒരു അമേരിക്ക നേരിടുന്ന ഒരു ആക്രമണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യവുമല്ല. ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്ന ഇസ്രായേലിൻ്റെ വാദവും ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു എന്ന ഒരു പൊതുവികാരവും അമേരിക്കയിലുണ്ട്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ താല്പര്യം കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്, പ്രത്യേകിച്ച് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ താല്പര്യം. കാരണം ഒക്ടോബറിൽ അവിടെ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം അങ്ങനെ തന്നെ നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. കാരണം ഒരു ദേശവികാരം ഉയർന്നു വരണമെങ്കിൽ, തീവ്ര നിലപാട് ശക്തിപ്പെടണമെങ്കിൽ യുദ്ധവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന ഒരു നിലപാടുമായി നെതന്യാഹു വരുന്നത്. അവിടെയും അമേരിക്കയ്ക്ക് ബാധ്യതയാണ്. കാരണം ഓരോ വർഷവും ഇങ്ങനെ ഒരു 13 ബില്യൻ്റെയെങ്കിലും ഡോളറിൻ്റെയെങ്കിലും ആയുധങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ $7 ബില്യൺ ആയുധം ഇസ്രായേലിന് അമേരിക്ക നൽകി. ഇങ്ങനെ അമേരിക്കയുടെ ഫണ്ടാണ് ഇസ്രായേലിന് പലപ്പോഴും ആയുധ സഹായമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകളുണ്ട്. സെനറ്റർമാർ എതിർക്കുന്നുണ്ട്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് സൈനികരുടെ ഈ അസ്വസ്ഥത. 7 പേർ പരസ്പരം തമ്മിലടിച്ച് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതും. ഹരി, അല്ല വിനോദ്, രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ US ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതായത് ഇത് സ്ഥിരീകരിക്കുന്നുമില്ല, ഇത് തള്ളിപ്പറയുന്നുമില്ല. അതാണോ നിലവിലത്തെ സാഹചര്യം? അങ്ങനെ തന്നെയാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മാത്രമല്ല മറ്റ് വിദേശ മാധ്യമങ്ങളൊന്നും തന്നെ ഈ കാര്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധേയമായ കാര്യം ഈ സൈനികർ അസ്വസ്ഥരാണ് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇതിനു മുൻപും ഈ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോഴും അമേരിക്ക നിഷേധിച്ചിരുന്നില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകുമെന്നത് അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ബ്രാഡ് കൂപ്പർ ആണ് അവരുടെ ചീഫ്, അതായത് സെൻട്രൽ കമാൻഡിൻ്റെ ചീഫ്, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവാണ് ഈ സൈനികരെ കാണുന്നതിന് വേണ്ടി വന്നത്. സ്വാഭാവികമായും മാനസികമായി ഒരു പിന്തുണ നൽകുക അല്ലെങ്കിൽ ഒരു കരുത്ത് നൽകുക, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവരോട് സംസാരിക്കുക, ആ തരത്തിലായിരിക്കും ഒരുപക്ഷെ ഈ സന്ദർശനം ഉണ്ടായത്. ആ സമയത്ത് പക്ഷേ സൈനികരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നീക്കമാണ് ഉണ്ടായത്. വെള്ളക്കുപ്പികൾ ഈ ഉദ്യോഗസ്ഥന് നേരെ വലിച്ചെറിഞ്ഞു. തുടർന്ന് അവിടെ സംഘർഷമുണ്ടായി, പരസ്പരം ആക്രമിച്ചു. ഈ കത്തിയും അതുപോലുള്ള മൂർച്ചയുള്ള വസ്തുക്കളും കൊണ്ട് പരസ്പരം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 7 പേർ മരിച്ചതെന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെയും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള ചില വിവരങ്ങൾ. കാരണം ഇവർക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്നു. അത് തീർച്ചയായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 9 മാസമായി കടലിൽ തുടരുന്ന സൈനികരാണ്. അവർക്ക് കരയിലേക്ക് എത്താൻ കഴിയുന്നില്ല, കുടുംബാംഗങ്ങളെ കാണാൻ കഴിയുന്നില്ല. അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല എന്ന ഒരു പൊതുവികാരം നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് സമയവും ആക്രമണം ഉണ്ടാകാവുന്ന, അതായത് സ്ഥിരമായി ഒരു പ്രദേശത്ത് തന്നെ തുടരുന്ന ഒരു കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അവർക്ക് ആക്രമിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം അതിനെ ലൊക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിരന്തരം ഒരു പ്രദേശത്ത് തന്നെ തുടരുമ്പോൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഇറാനുണ്ട്. 4 ആഴ്ച കൊണ്ട് ഇറാനെ അടിച്ചു തോൽപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയതാണ്. 5 മാസം പിന്നിടുന്നു, ഇതുവരെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല ഇറാൻ്റെ കപ്പൽ അമേരിക്ക തകർത്ത ചരിത്രമുണ്ട്. അതിങ്ങനെ ഈ അന്തർവാഹിനി വഴി എത്തിയുള്ള ഒരു ആക്രമണമായിരുന്നു. ഒരുപക്ഷെ തങ്ങൾക്ക് നേരെയും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഈ സൈനികർക്കുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അവർ തീരം തൊട്ടത് ഒമാനിൽ വളരെ കുറച്ച് മണിക്കൂറുകളാണ്. ഈ മാസങ്ങൾക്കുള്ളിൽ ജൂലൈയിൽ ഒരു ദിവസം മാത്രമാണ് ഈ കപ്പൽ കരയിലേക്ക് അടുത്തത്. ആ ഒരു സമയം ഒഴിച്ചു നിർത്തിയാൽ മുഴുവൻ സമയവും കടലിലായിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഈ സൈനികരുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ അമേരിക്കയിൽ പ്രതിഷേധവുമായി തെരുവിലെത്തുന്ന സാഹചര്യമാണ്. ഹരി, അല്ല വിനോദ്, അത് തന്നെയാണല്ലോ. ഈ ഒരു പ്രതിഷേധം കുറച്ചധികം നാളുകളായി നിൽക്കുന്നതാണ്. ഈ സൈനികരുടെ കുടുംബാംഗങ്ങൾ ഒട്ടാകെ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ബ്രാഡ് കൂപ്പറിന്റെ ഉപദേഷ്ടാവ് എത്തിയതിനു ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായതെന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് മാനസികമായ സംഘർഷങ്ങൾ, ഈ ഭക്ഷണത്തിന്റെ ലഭ്യത, കുടുംബത്തെ കാണാതിരിക്കാൻ, അങ്ങനെ ഒരു മെന്റൽ സ്ട്രെയിൻ, ഫിസിക്കൽ സ്ട്രെയിനേക്കാൾ ഉപരി ഇത്രയും നാളുകളെ ഈ സൈനികർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മെന്റൽ പ്രഷർ, സ്ട്രെയിനും ഒക്കെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഉപദേഷ്ടാവ് അവിടെ പോകുമ്പോഴേക്കും അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളിതുവരെ ഈ സൈനികരെ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് അമേരിക്ക
ആ നിലപാട് എടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് സ്വാഭാവികമായും ചിന്ത വരുമല്ലോ. കാരണം ഇവരെ പരിഗണിച്ചിരുന്നില്ല, ഇവരെ നോക്കിയിരുന്നില്ല, ഇവർക്ക് യാതൊരു രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതുമില്ല. ഈ കപ്പലിനുള്ളിൽ ഇവരെ ഒരുമാതിരി ട്രാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറി. അത് ഈ ഉപദേഷ്ടാവ് വന്നപ്പോഴേക്കും ഇതൊരു പ്രതിഷേധമായി മാറുന്നു, ഇത് ആ കപ്പലിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് വരുന്നുണ്ടോ കാര്യങ്ങൾ? ഹരി, തീർച്ചയായും 5000 സൈനികരാണ്, അതായത് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ 5000-ഓളം പേരാണ് ഈ കപ്പലിൽ ഉള്ളത്. അതൊരു ചെറിയ സംഖ്യയല്ല. ഒരു കപ്പലിൽ 5000 പേർ എന്ന് പറയുന്നത് ഇതൊരു ആഡംബര കപ്പലോ അല്ലെങ്കിൽ അങ്ങനെ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു കപ്പലോ ഉള്ള യുദ്ധക്കപ്പലാണ്. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് കൂടുതലും ഈ ഇത്തരം കപ്പലുകളിൽ സൂക്ഷിക്കുക. സൈനികരുടെ സംവിധാനമായതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ട സംവിധാനങ്ങളാണ് ആ കപ്പലുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം തന്നെ പരിമിതമായ സാഹചര്യമാണ്. ഈ 9 മാസത്തോളം കടലിൽ എന്ന് പറയുമ്പോൾ ഈ ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നതാണ്. അത് ശുചിയാക്കുന്നില്ല കൃത്യമായി. ഇവരുടെ തുണി അലക്കാനുള്ള സംവിധാനമുണ്ട്, അത് പ്രവർത്തിക്കുന്നില്ല. ഇവർക്ക് സോപ്പില്ല, പേസ്റ്റില്ല, അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെല്ലാം ബുദ്ധിമുട്ടുന്നു. ഇതിന് പുറമെ കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നില്ല, വളരെ കുറച്ച് ഭക്ഷണമാണ് കടലിൽ ലഭിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാകണം ഈ ആത്മഹത്യാ ശ്രമങ്ങൾ പോലും നേരത്തെ ഉണ്ടായത്. അതൊരു പൊട്ടിപ്പുറപ്പെടലായി മാറുന്നു. അവരുടെ മാനസിക സമ്മർദ്ദം ഒരു തുറന്ന പോരിലേക്ക് പോവുകയും തമ്മിൽ പോരടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അമേരിക്കയുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പെൻറ്റഗണോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസോ ഒക്കെ തന്നെ ഇതിൽ നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുവെന്നോ പറയേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വ്യക്തമാണ്, അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുമുള്ള നിലപാടെത്തിയിട്ടില്ല. അതിപ്പോൾ ഈ വാർത്തകൾ തള്ളിപ്പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കുന്നതായിക്കോട്ടെ, ഒരു തരത്തിലും അമേരിക്കയുടെ മൗനം അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൈനികരുടെ കുടുംബത്തിൻ്റെ പ്രതിഷേധത്തിനുൾപ്പെടെ എന്താണ് അമേരിക്കയുടെ നിലപാടെന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇറാൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിൽ ചിലർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും 7 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.